ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഈ ടോപ്പിൻ്റെ സൈഡിലായിട്ട് നീഡിൽ ടാറ്റിങ് കൊണ്ടുള്ള ഒരു ഫ്ലവറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതാണ് നീഡിൽ ടാറ്റിങ് ഫ്ലവർ. അതിൻ്റെ ഇടയിലായിട്ട് ഫ്രഞ്ച് നോട്ടും സ്റ്റോണും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ നീഡിൽ ടാറ്റിങ് ഫ്ലവർ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിൽ തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ടോപ്പിൻ്റെ രണ്ട് കൈയിലും ഞാൻ ചെറിയ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഫ്ലവർ ചെയ്യാനായിട്ട് ഞാൻ ക്രോഷ്യ ചെയ്യുന്ന കോട്ടൺ നൂലാണ്, ക്രോഷ്യയുടെ കോട്ടൺ നൂലാണ് എടുത്തിരിക്കുന്നത്. നീഡിൽ നമ്മുടെ സാധാരണ നീഡിൽ തന്നെയാണ്, കുറച്ച് ലോങ് ആയിട്ടുള്ള നീഡിൽ, പോയിൻറ്റഡ് ആണ്. ഇത് ടാറ്റിങ് നീഡിലല്ല. ഈ നീഡിൽ വെച്ച് നമുക്ക് ടാറ്റിങ് ചെയ്യാം, പക്ഷെ കയ്യിൽ കൊള്ളാതെ സൂക്ഷിച്ചാൽ മതി. ഇത് ചെറിയ ഒത്തിരി തിന്നായിട്ടുള്ള നൂലായതുകൊണ്ടാണ് ഞാൻ ഈ സൂചി എടുത്തത്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ഒരു സ്റ്റിച്ചായി. രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റിച്ചായി. ഇങ്ങനെ 6 സ്റ്റിച്ച് നമുക്ക് ചെയ്തു കൊടുക്കും. ആറ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പീക്കോക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് ഒരു സ്റ്റിച്ച് ചെയ്യുന്നതിനാണ് പീക്കോക്ക് എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു ലൂപ്പ് പോലെ വരും. ഇനി നമുക്ക് 6 സ്റ്റിച്ച് തന്നെ പിന്നെയും ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ ഫ്ലവറിൻ്റെ പെറ്റലാണ് ചെയ്യുന്നത്. നമുക്ക് ഇതിൽ കൂടെ വലിച്ചെടുക്കണം. കുറച്ച് ടൈറ്റ് ആയിരിക്കും, കുറച്ച് സൂക്ഷിച്ച് വലിച്ചെടുക്കാം. എന്നിട്ട് ആ ലൂപ്പിൽ കൂടെ നമുക്ക് കോർത്തെടുക്കാം. ഇങ്ങനെ നമുക്കൊരു പെറ്റൽ കിട്ടും. ഇങ്ങനെയാണ് പെറ്റൽ ചെയ്യുന്നത്. ഇനി നമുക്കത് ക്രോസ് ചെയ്ത് ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിനോട് ചേർന്ന് വെച്ചിട്ട് അടുത്ത ഒരു പാർട്ട് ചെയ്യാം. 6 സ്റ്റിച്ച് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു ആർച്ച് ഷേപ്പിലാണ് അടുത്ത ഒരു ഇത് വരുന്നത്. 6 ചെയിൻ ഇട്ടതിന് ശേഷം ഒരു പീക്കോക്ക് നമ്മൾ നേരത്തെ ആ പെറ്റലിനിട്ട പോലെ തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെയും 6 സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം.
തയ്ച്ചതിന് ശേഷം നമുക്ക് വെറുതെ അങ്ങ് വലിച്ച് എടുക്കാം. ഇതുപോലെ ഒരു ആർച്ച് ഷേപ്പ് കിട്ടും. അത് നമുക്ക് ക്രോസ് ചെയ്തിട്ട് അതൊന്ന് കെട്ടിക്കൊടുക്കും. നമ്മൾ ആ കെട്ടിട്ട സൈഡിൽ കൊണ്ടുവന്ന് ഈ നീഡിലിങ്ങനെ വെച്ചിട്ട് പിന്നെ നമുക്ക് 6 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അടുത്ത പെറ്റിൽ നമ്മൾ ചെയ്യുവാണ്. ആറ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ നീഡിലിൻ്റെ അറ്റത്തോട്ട് സ്റ്റിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ആ പെറ്റലിൻ്റെ പീക്കോക്കിൻ്റെ അകത്തൂടെ നീഡിലെടുത്ത് നൂല് വലിച്ച് സൂചിയിലിടണം. ഒന്നുകൂടെ കാണിക്കാം. പീക്കോക്കിലൂടെ നമ്മൾ നീഡിലിട്ടിട്ട് കയ്യിൽ ചുറ്റിയിരിക്കുന്ന നൂല് നമുക്ക് അതിൽ കൂടെ വലിച്ചെടുക്കാം. ഇതുപോലെ കിട്ടും. നമ്മൾ ആ ഒരു അടുത്ത പെറ്റിൽ ഇതുമായിട്ട് ജോയിൻ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് 6 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വലിച്ചെടുത്ത് ഈ ലൂപ്പിൽ കൂടെ സൂചി കോർത്തെടുക്കണം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിലൂടെ കോർത്തെടുക്കും. നമുക്ക് അടുത്തൊരു പെറ്റിൽ നമ്മൾ ചെയ്തു. ഇങ്ങനെ കിട്ടും. ഇനി അത് ക്രോസ് ചെയ്ത് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇത് തയ്ച്ചു കൊടുക്കാം ആർച്ച് പോലെ. ടാറ്റിംഗ് നീഡിലെന്ന് പറയുന്നത് നമ്മുടെ സാധാരണ സൂചി പോലെ പോയിൻറ്റഡ് അല്ല. ഇങ്ങനെ നമ്മുടെ കയ്യിൽ കുത്തത്തില്ല. ഇതുപോലെ പിന്നെയും 6 ചെയിനിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വലിച്ചെടുക്കാം. പിന്നെയും ക്രോസ് ചെയ്ത് കുറച്ച് ടൈറ്റായിട്ട് എടുത്തിട്ട് ക്രോസ് ചെയ്ത് നമ്മൾ കെട്ടിയെടുക്കണം. പിന്നെയും നീഡിൽ ആ സൈഡിൽ വെച്ചിട്ട് പിന്നെ അടുത്ത പെറ്റിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും ഇതുപോലെ. പിന്നെ നമ്മൾ പെറ്റിൽ തയ്ക്കാനായിട്ട് 6 ചെയിൻ ഇട്ട് അതിൻ്റെ നീഡിലിൻ്റെ അറ്റത്ത് കൊണ്ടുവന്ന് ആ സെൻറ്ററിൽ കുത്തി നൂല് വലിച്ച് നീഡിലിൽ ഇട്ട് ജോയിൻ ചെയ്യണം. ഇതുപോലെ നമ്മൾ 6 പെറ്റിലാണ് അതിൻ്റെ സെൻറ്ററിലായിട്ട് വരുന്നത്. ഇങ്ങനെ ഇട്ടതിന് ശേഷം പിന്നെയും 6 ചെയിന് ഇട്ട് കൊടുത്തിട്ട് പെറ്റിൽ
ഉണ്ടാക്കിയെടുക്കും. ലാസ്റ്റ് 6 പെറ്റൽസ് തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലാസ്റ്റത്തെ ഇത് തയ്ച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഈ സൈഡിൽ നമുക്കത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ജോയിൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. ഇങ്ങനെ കിട്ടും. ഇതുപോലെ കിട്ടും. ഇതുപോലെ പൂ തയ്ച്ചിട്ട് എല്ലാ സൈഡും ഞാൻ നൂല് വെച്ച് ജോയിൻ ചെയ്തിരിക്കുവാണ് തുണിയിൽ. അതുപോലെ ചെറിയ പൂ തയ്ച്ചിരിക്കുന്നത് 3 പെറ്റൽസ് ഇതുപോലെ തയ്ച്ചെടുത്തിട്ട് അത് ഇങ്ങനെ ഓരോന്ന് വെച്ച് ജോയിൻ ചെയ്തേക്കുവാണ്. എൻ്റെ സെൻറ്ററിൽ ഗോൾഡൻ മുത്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ഫ്രഞ്ച് നോട്ടും സ്റ്റോണും വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.